ഈ ഗായത്രിയുടെ സഹോദരിയായിട്ടുള്ള ജയശ്രീ ഗായത്രിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എവിടെയാണെന്നറിയാൻ. അപ്പോൾ ഫോൺ എടുക്കുന്നത് പ്രവീണാണ്. പ്രവീൺ എടുത്തതിന് ശേഷം ഗായത്രി തൻ്റെ കൂടെയുണ്ട്, ഇനി അവളെ ആരും അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അങ്ങനെ ഇവർ ഈ കുടുംബം നേരെ പോകുന്നത് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിലെത്തി മകളെ കാണാനില്ലെന്ന് കാണിച്ച് പരാതി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ തങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം, ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണവും ചൂണ്ടിക്കാട്ടി ഈ പോലീസ് സ്റ്റേഷനിൽ വിശദമായൊരു പരാതി കൊടുക്കുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഒരു ഉഴപ്പിലാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു മാൻ മിസ്സിംഗ് കേസായിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു കേസാണ്. അതിനുശേഷമാണ് ഇയാൾ രാത്രി 12:30 ഇയാൾക്ക് വിദഗ്ധമായ നിയമോപദേശം അടക്കം ഇക്കാര്യത്തിൽ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. 12:30 ഈ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജിലേക്ക് ഇയാൾ വിളിക്കുകയും എന്നിട്ട് ആ ഹോട്ടലിലെ ഇന്ന റൂമിൽ ഇത്തരത്തിലൊരു പെൺകുട്ടി മരിച്ചു കിടപ്പുണ്ട്, പോയി വാതിൽ തുറന്നു നോക്കാനാണ് ഈ ലോഡ്ജിലെ ജീവനക്കാരോട് ഫോൺ മുഖാന്തരം വിളിച്ചു പറയുന്നത്. അതുപ്രകാരം ഈ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സംഘം പോലീസുകാർ സ്ഥലത്തെത്തി ഈ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറുമ്പോഴാണ് ഈ പെൺകുട്ടി വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിൽ മരിച്ചു കിടക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷമാണ് ഇയാളാണ് പ്രൈം സസ്പെക്ട്. കാരണം ഇവർ വിളിക്കുമ്പോൾ ഇയാളാണ് ഫോൺ എടുത്തത്. കൂടാതെ ഇവർ തമ്മിലുള്ള പ്രണയവും ബന്ധവും ഒക്കെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും അടക്കം അറിയാവുന്ന സാഹചര്യത്തിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇയാളാണ് പ്രതി എന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു.